പുണ്യാളൻ മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ വികസനങ്ങൾ, പ്രത്യേകിച്ച് ദേശീയപാത വികസനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പഴയകാല ചർച്ചയുടെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിലെ ഇടതുവിരുദ്ധനായിട്ടുള്ള ജോണിൻ്റെ മോൻ വിനു നടത്തിയ ഒരു ചർച്ച. തൃശ്ശൂരിൽ BJP ജയിപ്പിച്ച TN പ്രതാപനാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആ TN പ്രതാപൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, തൃശ്ശൂരിലെ പ്രമുഖ നേതാവ്, പഴയ MP, MLA തുടങ്ങിയ വ്യക്തി എന്തായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ദേശീയപാത വികസനത്തെ സംബന്ധിച്ചും റോഡ് നവീകരണത്തെ സംബന്ധിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കും. എന്നിട്ട് ഇന്ന് കിഫ്ബി നടപ്പാക്കിയതിലൂടെ വന്ന മാറ്റത്തെക്കുറിച്ച് കൂടി നിങ്ങൾക്ക് ചിന്തിക്കാം. പിന്നീട് 45 ആവുന്നു. പിന്നെ ഇത് 45 മീറ്ററിൽ സ്ഥലം ഈ നിശ്ചയിക്കുന്ന കാലയളവിൽ നടപ്പിലാക്കാൻ പ്രായോഗികമായി വളരെ വളരെ പ്രയാസമാണ്. എനിക്കും ആഗ്രഹമുണ്ട് 45 മീറ്റർ വീതിയുള്ള റോഡിലൂടെ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്ക് വരണം, തിരുവനന്തപുരത്ത് കാസർഗോഡ് പോകണം എന്നൊക്കെ. പക്ഷേ പ്രായോഗികമായി ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല. പിന്നെ അതിന് തടസ്സം എന്താണ്? ആ തടസ്സം എന്താണെന്നുള്ളത് നിർബന്ധമായും കണ്ടുപിടിക്കണം. ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ സതുദ്ദേശം നമുക്ക് മാനിക്കാം. സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ സർവത്ര കുളമായ റോഡുകൾ കേരളത്തിലെ സ്ഥിതി അറിയാമല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ 20,000 കോടി കൊടുക്കുക. ഇപ്പൊ ഞാനൊക്കെ നമ്മുടെയൊക്കെ ജനപ്രതികളാണ്. നമ്മുടെ മണ്ഡലത്തിലെ PWD റോഡുകളുടെയും വില്ലേജ് റോഡുകളുടെയും സ്ഥിതി ജനങ്ങൾ നമ്മുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുമ്പോൾ